നമസ്തേ, ഇത് രഞ്ജിത്ത് തൃശ്ശൂരിൽ നിന്നാണ്. ഒരു മന്ത്രം, അതിൻ്റെ സവിശേഷതകളും അത് എന്തൊക്കെ ഗുണപരമായ കാര്യങ്ങളാണ് നമുക്ക് തരുന്നത് എന്നും ഒന്ന് ചെറുതായി വിശദീകരിക്കട്ടെ. ഓം ആ ഹും വജ്ര ഗുരു പദ്മ സിദ്ധി ഹും. വജ്രഗുരു മന്ത്രം എന്നാണ് ഇതിനെ പറയുക. ഈ മന്ത്രം മഹാനായ ഗുരു പത്മസംഭവ, അതായത് ഗുരു റിംപോച്ചെ അല്ലെങ്കിൽ മഹാഗുരുജി മെയിലിംഗുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതായത് മഹാത്മാ ചുവാക്കോക്സുയുടെ ഗുരുവായ മഹാനായ ഗുരു പത്മസംഭവ. മന്ത്രത്തിൻ്റെ അർത്ഥം ലളിതമായി പറയട്ടെ. ഓം സൃഷ്ടിയുടെ ദിവ്യശബ്ദം, ആ ആഹ് വാക്കിൻ്റെ ശുദ്ധീകരണം, ഹും മനസ്സിൻ്റെ ശുദ്ധീകരണം, വജ്ര അക്ഷയമായ ജ്ഞാനം, ഡയമണ്ട് പോലെയുള്ള ശക്തി, ഗുരു ആത്മീയ ഗുരു, പത്മ താമര ശുദ്ധിയും ആത്മീയമായ ഉണർവും, സിദ്ധി ആത്മീയ നേട്ടങ്ങൾ, ഹും സംരക്ഷണവും ഐക്യവും. ഓം ആഹ് ഹും വജ്ര ഗുരു പത്മ സിദ്ധി ഹും. സാരാംശം: അക്ഷയജ്ഞാനമുള്ള ഗുരുവിൻ്റെ അനുഗ്രഹം വഴി ആത്മീയ സാക്ഷാത്കാരം നേടട്ടെ എന്നാണ്. അക്ഷയജ്ഞാനമുള്ള ഗുരുവിൻ്റെ അനുഗ്രഹം വഴി ആത്മീയ സാക്ഷാത്കാരം നേടട്ടെ. വജ്രഗുരു മന്ത്രത്തിൻ്റെ പ്രയോജനങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, നെഗറ്റീവ് എനർജി നീക്കം ചെയ്യുന്നു. മനസ്സിലും ഓറയിലും ചക്രകളിലുമുള്ള നെഗറ്റീവായിരിക്കുന്ന ചീത്തയായിരിക്കുന്ന ഊർജങ്ങളെ നീക്കം ചെയ്യാൻ ഈ മന്ത്രം സഹായിക്കുന്നു. ഭയം, ആശങ്ക, വിഷാദം എന്നിവ കുറയ്ക്കാനായി സഹായിക്കുന്നു. 2, ആത്മശാന്തിയും മാനസിക സ്ഥിരതയും. മനസ്സ് ശാന്തമാകുന്നു. ചിന്തകൾ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. ധ്യാനത്തിൽ ആഴം വർദ്ധിക്കുമ്പോൾ കൂടുതൽ അർത്ഥതലങ്ങളിലേക്ക് ബോധതലങ്ങളിലേക്ക് വ്യാപ്തി വർദ്ധിപ്പിക്കുന്നു. ആത്മീയ വളർച്ച വേഗത്തിലാക്കുന്നു. ചക്രങ്ങളുടെ ശുദ്ധീകരണം സഹായിക്കുന്നു. ഉയർന്ന ബോധാവസ്ഥയിലേക്ക് ഉയർന്ന് നമ്മെ നയിക്കുന്നു. 4, സംരക്ഷണം, പ്രൊട്ടക്ഷൻ. നെഗറ്റീവ് ആളുകളിൽ നിന്നോ സാഹചര്യങ്ങളിൽ നിന്നോ സംരക്ഷണം നൽകുന്നു. ഒരു ആത്മീയ ഷീൽഡ് പോലെ പ്രവർത്തിക്കുന്നു. 5, കരുണയും ജ്ഞാനവും വർദ്ധിക്കുന്നു. ഹൃദയത്തിലെ കരുണ, കമ്പാഷൻ നിറഞ്ഞ് വളരുന്നു. ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ നമ്മെ സഹായിക്കുന്നു. 6, ശരീര മനം ആത്മാ സന്തുലനം. ശരീരവും മനസ്സും ആത്മാവും സമതുലിതമായി കൊണ്ടുപോകാനായി ശരീരം മനസ്സും തമ്മിലുള്ള സമതുലനം, എനർജി ഫ്ലോ മെച്ചപ്പെടുത്തുന്നു. എങ്ങനെയാണിത് പ്രാക്ടീസ് ചെയ്യേണ്ടത്? ശാന്തമായ സ്ഥലത്തിരിക്കുക. 21 അല്ലെങ്കിൽ 108 തവണ ജപിക്കുക. ഹൃദയത്തിലോ ക്രൗൺ ചക്രയിലോ ശ്രദ്ധ നൽകുക. സ്വർണപ്രകാശം വിഷ്വലൈസ് ചെയ്യുക. ചെറിയ ഒരു ഉപദേശം കൂടെ പറയട്ടെ. സത്യസന്ധമായ ഭക്തിയോടെ ജപിക്കുമ്പോൾ ഈ മന്ത്രം ശബ്ദം മാത്രമല്ല ശക്തിയാണ്.